ഓരോ താരങ്ങളുടെയും സൂപ്പർ താരങ്ങളുടെയും ഒക്കെ ആദ്യ പ്രതിഫലവും അവർ സിനിമയിൽ എത്തും മുമ്പ് ചെയ്തിരുന്ന ജോലിയുമൊക്കെ അറിയുന്നത് ആരാധകർക്ക് ഏറെ കൗതുകമുണർത്തുന്ന കാര്യങ്ങളാണ്. സിനിമയിൽ എത്തും മുമ്പ് മിമിക്രി കലാകാരൻ എന്ന നിലയിൽ പ്രശസ്തനായിരുന്നു ജയറാം. അതുകൊണ്ട് തന്നെ താരത്തിന് ലഭിച്ച ആദ്യ പ്രതിഫലവും മിമിക്രിയിൽ നിന്നായിരുന്നു. പ്രമുഖ സിനിമാ മാഗസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു തൻ്റെ ആദ്യ പ്രതിഫലത്തെക്കുറിച്ച് ജയറാം പറഞ്ഞത്. ഇന്റർ കൊളീജിയേറ്റ് കഴിഞ്ഞപ്പോഴേക്കും പെരുമ്പാവൂരിനടുത്ത് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ബുക്കിംഗ് ഏജന്റുമാർ വീട്ടിൽ വരാൻ തുടങ്ങി. ഉത്സവമാണ്, വൈകിട്ടൊരു പരിപാടി. അങ്ങനെ താൻ അറിയാതെ തന്നെ സ്റ്റേജ് ആർട്ടിസ്റ്റായി താൻ മാറുകയായിരുന്നുവെന്ന് ജയറാം. അമ്പല പരിപാടിക്ക് പോയാൽ പൈസയൊന്നും കിട്ടില്ല. എത്രയോ കാലം അമ്പലങ്ങളിൽ ഫ്രീ ആയി പരിപാടികൾ അവതരിപ്പിച്ചു. അച്ഛൻ ഇതിനൊക്കെ എതിരായിരുന്നു. എന്നും എനിക്ക് സപ്പോർട്ട് അമ്മയായിരുന്നു. രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരാൻ ബസ്സൊന്നും കിട്ടില്ല. 2 മണിക്കും 3 മണിക്കുമൊക്കെ വീട്ടിൽ വന്നു കയറുമ്പോൾ കതക് തുറന്നു തരാൻ അമ്മ ഉണർന്നിരിപ്പുണ്ടാവും. അങ്ങനെ പോയി കുറച്ചു നാൾ കഴിഞ്ഞ് ഒരു സ്ഥലത്ത് നിന്ന് പ്രോഗ്രാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ചെറിയൊരു കവർ കയ്യിൽ വെച്ച് തന്നു. തുറന്നു നോക്കിയപ്പോൾ അതിൽ 50 രൂപയുണ്ട്. അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ പ്രതിഫലം. ആ സന്തോഷത്തിൽ പ്രോഗ്രാം നടന്ന സ്ഥലത്ത് നിന്ന് 6 കിലോമീറ്റർ നടന്ന് വീട്ടിലെത്തി കിട്ടിയ പൈസ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. പിന്നീട് 50, 75 രൂപയായി, 100 രൂപയായി. അങ്ങനെ ചെറിയ രീതിയിൽ പ്രതിഫലം കിട്ടാൻ തുടങ്ങി, ജയറാം പറഞ്ഞു.